ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാവീസ് കിച്ചൺ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിസ്താഷ്യോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ച് മാറ്റി വെക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഒരു 3 തവണയെങ്കിലും അരച്ച് മാറ്റി വെക്കാം. ഇനി കേക്കിന് വേണ്ട എഗ്ഗൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ലോ സ്പീഡിലിട്ടൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ചേർത്ത് ഹൈ സ്പീഡിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓയിലൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാനൊരു സ്പാച്ചില വെച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പാച്ചില ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി പിസ്തയുടെ എസൻസ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ എസൻസ് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എല്ലായിടത്തും ഒരുപോലെ എത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കളർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ള പിസ്തയുടെ എസൻസ്. ബേക്കേഴ്സിൻ്റെ പിസ്ത എസൻസ് ആണ്. ഇനി നമുക്കിത് ബാറ്ററിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ച മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ കൂടി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാറ്റർ ഫുള്ള് മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അകത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാനൊരു റിങ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഈ സോസ് പാനിലേക്ക് ഈ കേക്ക് ടിന്നൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 35 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി കേക്കിന് വേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് ഒരു ഫോർക്കോ വിസ്കോ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ക്രീം പിന്നെ ഓവർ ബീറ്റും ആകാൻ പാടില്ല. ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാലും നമ്മളെ ക്രീം പെട്ടെന്ന് ലൂസായി പോകും. ക്രീമൊക്കെ ഇപ്പോൾ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരിവെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കുക. കേക്കൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കേക്ക് ഞാനിവിടെ 3 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാൻ തുടങ്ങാം.
ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കാം. അപ്പോൾ കേക്ക് വെക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി ഒന്ന് വെറ്റാക്കി എടുക്കാം. ഇനി ഫസ്റ്റ് ലെയറിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ചെറീസൊക്കെ വെച്ച് നല്ല ടേസ്റ്റി ആക്കാം. അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റൊക്കെ വെച്ചിട്ട്. ഇവിടെ ഞാൻ അഡീഷണലായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയറും അതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി ഒന്ന് വെറ്റാക്കി എടുക്കാം. ഇപ്പോൾ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തേർഡ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. തേർഡ് ലെയറും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റാക്കി എടുക്കുക. ഇനി കേക്കിനെ വിപ്പിംഗ് ക്രീം വെച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കാം. ഇനി കേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ആഡ് ചെയ്യുക. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബട്ടർ കൂടി ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി ഗ്ലേസിങ് കിട്ടും. ഇവിടെ ഞാനത് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഗനാശ ഒഴിച്ച് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഗനാശ വെച്ച് സൈഡൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്തായിട്ട് ഒരു ബോർഡർ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വർക്കൊന്നും ചെയ്യുന്നില്ല. ചെറിയൊരു സിമ്പിൾ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് മുകളിലായിട്ട് ഒരു ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ അറിയിക്കുക.